ഹരി ഓം നമസ്തേ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് സർവ്വ വിഘ്നങ്ങളെയും മാറ്റുന്ന വിനായകനെ കുറിച്ചാണ്. വിനായകൻ വിഘ്നങ്ങൾ അകറ്റിയില്ല എങ്കിൽ നമ്മുടെ ജീവിതമെല്ലാം നഷ്ടപ്പെട്ടു പോകും. അദ്ദേഹത്തിൻ്റെ കൃപാകടാക്ഷം ഇല്ലാത്ത ഒരു കർമ്മങ്ങളും നടക്കുന്നില്ല. സർവ്വവിഘ്നങ്ങളെയും തീർത്തുകൊണ്ട് ലോകത്തെ രക്ഷിക്കാനായിട്ട് ഏത് സമയവും കുടികൊള്ളു വാഴുന്ന ആ വിനായകൻ്റെ തിരുമുമ്പിൽ നമസ്കാരം. എന്താണ് ഗണേശൻ്റെ വിദ്യയെക്കുറിച്ച് പറഞ്ഞാൽ, നാളികേരം നമ്മൾ ഉടയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ ഉള്ളിലെ അഹങ്കാരങ്ങളെ മുഴുവൻ അവിടെ ഉടച്ചു മാറ്റുകയാണ്. നാം എപ്പോഴും വിനയമുള്ളവരായി തീരണം, വിവേകശാലികളായി തീരണം. നാം നമ്മുടെ നാക്ക് വളരെയധികം മാധുര്യമുള്ളതാവണം. വാക്ക് സരസ്വതിയാണ്, അക്ഷരം ബ്രഹ്മമാണ്. അത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ നാക്കിൽ സരസ്വതി വിളയാടി നല്ല വാക്കുകളെ ഉച്ചരിക്കാൻ നാം ശ്രദ്ധാലുക്കളാകണം. ഗണപതി ഭഗവാന്റെ ആനത്തല എന്താണെന്നറിയാമോ? നമ്മുടെ ബുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാന്റെ ആ ആനത്തല ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. കണ്ണുകൾ വിനായകൻ്റെ സൂക്ഷ്മമായിട്ടുള്ള വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവരാണ് നാം. അങ്ങനെയാണ് ആ കണ്ണുകളെ സൂചിപ്പിക്കുന്നത്. വിഘ്നങ്ങളെ എല്ലാം ആ തുമ്പിക്കൈ കൊണ്ട് മാറ്റിത്തരും. വിഘ്നങ്ങളെ നമ്മൾ എന്ത് തടസ്സങ്ങളുണ്ടായാലും അതിനെ അതിജീവിക്കാൻ നാം പരിശീലിക്കണം. കുടവയറാണെങ്കിൽ എല്ലാ കാര്യത്തെയും വിശകലനം ചെയ്ത് ജീവിക്കണം. അതിനെയാണ് ആ കുടവയറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സർവ്വ കാര്യങ്ങളെയും വളരെയധികം ശ്രദ്ധയോടെ വിശകലനം ചെയ്ത് ജീവിക്കുക. ഒരു കാൽ താഴെ വെച്ചിരിക്കുന്നു. എന്തിനാണ് ഒരു കാൽ താഴെ വെച്ചിരിക്കുന്നത്? കർമ്മയോഗിയായി ജീവിക്കണം. നാം എപ്പോഴും കർമാധിഷ്ഠന്മാരാണ്. അപ്പോൾ ആ കർമ്മങ്ങൾക്ക് മുഴുവൻ അധിഷ്ഠിതമായിട്ടുള്ള സൽക്കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ഒരു കർമ്മയോഗിയായി ജീവിക്കണം. രണ്ടു കാലുകൾ ഭൗതികതയും ആത്മീയതയും സൂചിപ്പിക്കുന്നു. ഒറ്റ കൊമ്പാണെങ്കിൽ നമുക്ക് ജീവിക്കുമ്പോൾ നാം കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആർക്കെങ്കിലും നാം കാരണം ബുദ്ധിമുട്ടുണ്ടായാലോ നാം തന്നെ അസ്വസ്ഥരാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല. ഗണേശൻ്റെ മുമ്പിലെ ലഡ്ഡു ആണെങ്കിലോ നമ്മുടെ ജീവിതം വിജയിക്കണമെങ്കിൽ മാധുര്യമുള്ള നമ്മുടെ നാവ് അങ്ങനെയായിരിക്കണം. അതുകൊണ്ട് നാം ഓരോരുത്തരും വിനയത്തോടെ അഹങ്കാരമെല്ലാം വെടിഞ്ഞ് പെരുമാറുവാൻ ശീലിക്കുക. സദ്ബുദ്ധികളായി എല്ലാം ബുദ്ധിപൂർവം നാം എന്തിന് ഈ മനുഷ്യജന്മം എടുത്തു എന്നുള്ളതിനെ ചിന്തിച്ച് വിശകലനം ചെയ്ത് മനനം ചെയ്ത് ജീവിക്കണം. നാം നമ്മുടെ ദിനചര്യയിലൂടെ ഏറ്റവും അധികം മുഖ്യത്തോടെ സർവവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടുള്ള കർമ്മത്തെ ചെയ്യുമ്പോൾ നമ്മൾ ഭക്തി ഉണരും. അപ്പം അങ്ങനെയുള്ളൊരു ഭക്തി ഉള്ളവരായി എല്ലാവരും തീരട്ടെ. അതിന് വിഘ്നേശ്വരൻ്റെ സർവകൃപാകടാക്ഷങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. നല്ലൊരു ശുഭദിനം നേരുന്നു. നിങ്ങൾക്കേവർക്കും നമസ്കാരം.